ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം ബാരിക്. ഞാൻ ആദ്യം വിഷയം പറയാം. നമ്മൾ ഫിയലുകളെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. ഫിയല് മൂന്നക്ഷരമുള്ളതുണ്ട്, നാലക്ഷരമുള്ളതുണ്ട്, മൂന്നിൽ കൂടുതലുള്ള അധികമായി വരുന്നതുണ്ട്, അതുപോലെ നാലെണ്ണം അസ്ലിയായിട്ട് വരുന്നതുണ്ട്, അതിനേക്കാൾ കൂടുതലായിട്ട് വരുന്നതുണ്ട്. സുലാസി മുജറദ്, സുലാസി മസീദ് ഫീഹി, റുബായി മുജറദ്, റുബായി മസീദ് ഫീഹി. ഇതിൻ്റെ വ്യത്യസ്ത രൂപങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു. അത് ഫീലിൻ്റെ അക്ഷരങ്ങളുടെ എണ്ണത്തിലുള്ള ഒരു ക്ലാസിഫിക്കേഷനാണ്. മൂന്നക്ഷരം ആണ് അസ്ലി എങ്കിൽ സുലാസി മുജറദ് എന്ന് പറയും. അതിനേക്കാൾ കൂടുതലുണ്ടെങ്കിൽ സുലാസി മസീദ് എന്ന് പറയും. അപ്പോൾ അത് അക്ഷരങ്ങളുടെ എണ്ണത്തെ ബേസ് ചെയ്തിട്ടാണ്. മൂന്നാണോ നാലാണോ, അത് 3+ ആണോ 4+ ആണോ എന്ന് നോക്കിയിട്ടാണ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഒരു ഫീല് ലാസിമായിരിക്കും, മുതഅദ്ദി ആയിരിക്കും. ലാസിമായ ഫീല് എന്ന് പറഞ്ഞാൽ മഫ്ഊലിലേക്ക് വിട്ട് കടക്കാത്ത ഫീലാണ്. എന്നാൽ മഫ്ഊൽ ഉണ്ടാവില്ല. ഒന്നുകൂടി സിമ്പിളാക്കി പറയുകയാണെങ്കിൽ, ആർക്ക്, ആരെ, എന്തിനെ എന്ന് ചോദിച്ചാൽ ഉത്തരമില്ലാത്ത തരം ഫീലുകൾ. ഉദാഹരണം നമ്മൾ മലയാളത്തിൽ പറയുക, പോയി എന്ന് പറയും. പോയി, അവിടെ ഞാൻ പോയി, അവൻ പോയി, നീ പോയി, സെയ്ദ് പോയി, അംർ പോയി എന്നൊക്കെ പറയാം. പക്ഷെ ആ പോവുക എന്ന പ്രവർത്തനം ഞാനാകുന്ന ഫായിലിൽ നിന്ന് അല്ലെങ്കിൽ സെയ്ദാകുന്ന ഫായിലിൽ നിന്ന് മറ്റൊന്നിലേക്ക് വിട്ട് കിടക്കുന്നില്ല. ആരെ പോയി എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം കിട്ടില്ല. ആർക്ക് പോയി എന്ന് ചോദിച്ചാൽ ഉത്തരം കിട്ടില്ല. എന്തിനെ പോയി എന്ന് ചോദിച്ചാൽ ഉത്തരം കിട്ടില്ല. എന്നാൽ നോക്ക്, നിങ്ങൾ വേറൊരു ഫീലും കൂടി പറയാൻ. സഹായിച്ചു എന്ന് പറഞ്ഞു. ഞാൻ സഹായിച്ചു, നീ സഹായിച്ചു, അവൻ സഹായിച്ചു, സെയ്ദ് സഹായിച്ചു. അപ്പൊ ഈ സഹായം ചെയ്യുക എന്ന പ്രവർത്തനം മറ്റൊരാളിലേക്ക് വിട്ടുകിടക്കും. അപ്പൊ ഞാൻ സഹായിച്ചു, അംറിനെ സഹായിച്ചു, ഞാൻ സഹായിച്ചു, സെയ്ദിനെ സഹായിച്ചു. അപ്പോൾ ഫായില് സഹായം ചെയ്യുന്ന പ്രവർത്തനം മറ്റൊന്നിലേക്ക് വിട്ടുകിടക്കുന്നുണ്ട്, മഫ്ഊലിലേക്ക് വിട്ടുകിടക്കുന്നു. അപ്പോൾ ഈ രൂപത്തിൽ മഫ്ഊലിലേക്ക് വിട്ടുകടക്കുന്ന ഫീലുകളെ മുതഅദ്ദി എന്ന് പറയും. വിട്ടുകടക്കാത്ത ഫീലുകളെ ലാസിമ് എന്ന് പറയും. ഇത് നമ്മൾ കഴിഞ്ഞ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞതായിരുന്നു. മനസ്സിലാകുന്നുണ്ടോ? ക്ലിയർ ആകുന്നുണ്ടോ? ഓക്കെ അല്ലേ? കേൾക്കുന്നില്ല? അസീസ്ക, ഇതിന് ഒരു അടയാളം പ്രതി കാണിച്ചു തരാം. അതാ ലറബ്തു സെയ്ദൻ, ഞാൻ സെയ്ദിനെ അടിച്ചു. അടിക്കുക എന്ന എൻ്റെ പ്രവൃത്തി എന്നിൽ നിന്നും എത്തി നോക്കാൻ വേണ്ടി വന്നതാണ്. പൂച്ച കിച്ചണിൽ പോയി ഇങ്ങനെ പോയി നിൽക്കുന്നു. ഒരുപാട് സൗകര്യം കണ്ടാൽ ഇങ്ങനെ ഒന്ന് എത്തി നോക്കാൻ വേണ്ടി വന്നു. ഇവിടെ ഞാൻ അടിച്ചു, സെയ്ദിനെ അടിച്ചു എന്ന് പറയുമ്പോൾ അടി ചെയ്യുക എന്നതിൻ്റെ പ്രവർത്തനം സെയ്ദിലേക്ക് വിട്ടുകിടക്കുന്നു.
അതുകൊണ്ട് ലറബ എന്ന ഫിയല് മുത്തഅദ്ദിയാണ്. ഇനി നോക്ക് നിങ്ങൾ, ഹസുന സെയ്ദുൻ. ഇവിടെ ഉദാഹരണം നോക്ക്, ഹസുന സെയ്ദ് ഭംഗിയുള്ളവനായി. ഭംഗി എന്ന് പറഞ്ഞാൽ അത് സെയ്ദിൽ അടങ്ങിയ കാര്യമാണ്, അത് വേറൊരാളിലേക്ക് വിട്ടു കിടക്കില്ല. സെയ്ദിന് ഭംഗിയായി, ഓൻ്റെ മുഖം നല്ല ഭംഗിയുണ്ട്, അവൻ നല്ല സൗന്ദര്യവാനാണ്, ആ സൗന്ദര്യം സെയ്ദിൽ നിന്ന് മറ്റൊരാളിലേക്ക് വിട്ടു കിടക്കുന്നില്ല. ഇത്തരം ഫീലുകൾക്ക് ലാസിമ് എന്ന് പറയും. ക്ലിയറായോ? അപ്പോൾ ലറബ എന്ന ഫീലിനെ നമ്മൾ മുമ്പ് പഠിച്ചത് പ്രകാരം അത് സുലാസി മുജറദാണ് എന്ന് നമ്മൾ തരംതിരിക്കും. അതുപോലെ മുത്തഅദ്ദിയാണ് എന്ന് നമ്മൾ തരംതിരിക്കും. ഇനി ഹസുന എന്നത് മുമ്പ് പഠിച്ചത് പ്രകാരം അതും സുലാസി മുജറദാണ്, പക്ഷേ അത് ലാസിമാണ്, മഫ്ഊലിലേക്ക് വിട്ടു കിടക്കാത്തതാണ്, ലാസിമാണ് എന്ന് നമ്മൾ പറയും. ഇനി ലാസിമായ ഫിയലിനെ സംശയം അതെ ലാസിമാണ്. യെസ്, അത് നല്ലൊരു ചോദ്യം. അത് സെയ്ദ് മക്കയിലേക്ക് പോയി എന്നാണ്. അത് മക്കയിലേക്ക് വിട്ട് കടന്നിട്ടില്ല, അത് നടന്ന് കടന്നിട്ടുള്ളൂ, ഇവിടുന്ന് പോയിട്ടുള്ളൂ. ആ പോക്കല്ല ഈ പറയണം. ഈ പോവുക എന്ന പ്രവർത്തനം സെയ്ദിൽ നിന്ന് വേറൊരു വസ്തുവിലേക്ക്, വേറൊരു ആളിലേക്ക്, ഒരു വ്യക്തിയിലേക്ക് വിട്ട് കടക്കുന്നില്ല. പോവുക എന്നുള്ള പ്രവർത്തനം. ഇപ്പൊ ഇവിടെയും നമുക്ക് എന്ത് ചെയ്യാം, എന്തു പറയാം, നമുക്ക് സെയ്ദ് ഭംഗിയായി, കല്യാണം കഴിക്കാൻ വേണ്ടി എന്ന് പറഞ്ഞു. അങ്ങനെ അതിന് മുതഅല്ലിഖാത്തുൽ ഫീൽ എന്ന് പറയാം, ഫീലിനോട് ബന്ധിക്കുന്നത് എന്ന് പറയാം, ഫീലിനോട് ബന്ധിക്കുന്നത്. അപ്പൊ നമുക്ക് അതെത്രയും കൂട്ടി ഉണ്ടാക്കാം. ലറബ്തു സെയ്ദ് എന്നുള്ളടത്ത് സെയ്ദിനെ ഞാൻ അടിച്ചു, നീ നമുക്ക് അതിനെ സങ്കല്പിക്കുക, ഒരു സെന്റൻസ് വലുതാക്കാം. ദീപി അതവ് പഠിപ്പിക്കാൻ വേണ്ടി അടിച്ചു. യൗമൽ ജുമാത്തി വെള്ളിയാഴ്ച ദിവസം അടിച്ചു. അത് തന്നെ ബഅദൽ അസ്രി അസറിന് ശേഷം. അത് ആശയം കൂട്ടുന്നതിനനുസരിച്ച് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്ത് ചെയ്യും, അതിങ്ങനെ വർദ്ധിപ്പിക്കും. അതേപോലെ വർദ്ധിപ്പിച്ചതാണ് ഇലൽ മദീനത്തി എന്നുള്ളത്. അത് അതായത് കേൾക്കുന്നില്ല. ചാത്തെടുക്കണം. ഇപ്പൊ കേൾക്കുന്നുണ്ട്, ഇപ്പൊ കുഴപ്പമില്ലല്ലോ. അപ്പോ അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും, ഓരോന്ന് ബന്ധിപ്പിക്കുന്ന രൂപം ഉണ്ടാവും. അതിനെക്കുറിച്ചല്ല നമ്മൾ ചർച്ച. മഫ്ഊലായിട്ട് വരണം. ആരെ എന്തിനെ, അത്തുപ്പിന്റെ അക്ഷരം ആരെ എന്തിനെ ആർക്ക് എന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടണം. അതിനാണ് മഫ്ഊൽ എന്ന് പറയാം. മഫ്ഊൽ 5 തരം മഫ്ഊൽ ഉണ്ട് കേട്ടോ. മഫ്ഊൽ എത്ര ഉണ്ട്? 5 തരം മഫ്ഊൽ ഉണ്ട്. അതിൽ മഫ്ഊൽ ബിഹി എന്ന് പറഞ്ഞാൽ ഒറിജിനൽ മഫ്ഊലിലേക്ക് തന്നെ വിട്ടു കിടക്കണം.
ഇവിടെ മഫൂല് മുത്തലക്കിലേക്ക് വിട്ട് കിടക്കും. ഉദാഹരണം പറഞ്ഞാൽ ഹസുന സെയ്ദുൻ ഹുസ്നൻ, സെയ്ദ് ഒരു ഭംഗിയായി എന്ന് പറഞ്ഞു. സെയ്ദ് ഒരു ഭംഗിയായി, ഒരടി അടിച്ചു, ഒരു ചവിട്ടി എന്നൊക്കെ നമ്മൾ പറയല്ലോ, അതൊക്കെ മഫൂല് തന്നെയാണ്. പക്ഷെ അത് മഫൂല് മുത്തലക്കാണ്, മഫൂല് ബിഹി അല്ല. മഫൂല് ബിഹിയിലേക്ക് വിട്ട് കിടക്കണം. അതായത് ഈ പ്രവർത്തനം അത് അനുഭവിക്കാൻ, അത് ലഭിക്കാൻ ഒരു വസ്തു ഉണ്ടാവണം. മനസ്സിലായോ? ക്ലിയർ ആയോ? അത് നമുക്ക് എന്തും ഇനി ഇതിപ്പോ ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു നിർവചനമാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത്. അതുപോലെ ഇനി നമുക്ക് ഒരു സെന്റൻസ് ഏറ്റവും സിമ്പിളാക്കാൻ ഏറ്റവും സിമ്പിളാണ് ഇപ്പോൾ ഈ ഹസുന സെയ്ദ് എന്നുള്ളത്. ഇനി അതിൻ്റെ നമുക്ക് ആശയം വിപുലപ്പെടുത്തുന്നതിനനുസരിച്ച് അതിനി ഇങ്ങനെ വർദ്ധിപ്പിക്കാം, നീട്ടിക്കൊണ്ടുപോകാം. അത് നമ്മളിപ്പോൾ ഒരു ഇംഗ്ലീഷിലാണെങ്കിലും മറ്റേത് ഭാഷയിലാണെങ്കിലും ഒരു സിമ്പിൾ സെന്റൻസ് ആദ്യം ഉണ്ടാവുമല്ലോ, സിമ്പിളായിട്ടൊരു കാര്യം പറയും. പിന്നെ അതിലേക്ക് ഇങ്ങനെ സാഹചര്യങ്ങൾക്കനുസരിച്ച് പല മീനിങ്ങുകളും ചേർത്ത് വരുമ്പോൾ അതാണ് അങ്ങനെ വൈഡായി അത് വലുതായി വലിയ സെന്റൻസായി മാറുകയാണ്. അപ്പം ഇവിടെ മഫൂല് ബിഹിയിലേക്ക് വിട്ട് കിടക്കുന്നുണ്ടോ എങ്കിൽ മുത്തഅദ്ദിയാണ്. മഫൂല് ബിഹിയിലേക്ക് വിട്ട് കിടക്കുന്നില്ലേ, ലാസിമാണ്. ഇനി ഒരു ചർച്ച കൂടി. ഈ സുലാസി മുജറദായ ഫീലിനെ ഈ ലാസിമായ ഫീലിനെ നമുക്ക് മുത്തഅദ്ദി ആക്കാൻ പറ്റും. ഉദാഹരണം പറയാം. ഇവിടെ തന്നെ ഹസുന സെയ്ദുൻ, സെയ്ദ് ഭംഗിയായി. ഇനി ഞാൻ പറയണം ഹസൻതു സെയ്ദൻ, ഞാൻ സെയ്ദിനെ ഭംഗിയാക്കി. എന്ത്? ഹസൻതു സെയ്ദൻ, ഞാൻ സെയ്ദിനെ ഭംഗിയാക്കി. അപ്പൊ ഭംഗിയാക്കുക എന്നുള്ള പ്രവർത്തനം ചെയ്തത് ഞാനാണ്. ആ പ്രവർത്തനം സെയ്ദ് എന്ന വ്യക്തിയിലേക്ക് വിട്ടുകടന്നു. അപ്പൊ നമ്മള് ലാസിമായ ഫീലിനെ മുത്തഅദ്ദിയാക്കാൻ പറ്റും. അതിനുള്ള ഒരു മാർഗം അതിൻ്റെ ഐന് ഫീല് ഇരട്ടിപ്പിക്കുക എന്നുള്ളതാണ്. ഹസ്സന എന്നാക്കുക. ഹസ്സന ഫഅല ബാബിലേക്ക് മാറ്റുക. അത് ഏതാണെങ്കിലും നമുക്ക് അങ്ങനെ. അതെ ഹസുനയാണ്. കറമ പറ്റും. കറുമ ബഹുമാനിച്ചു, എന്താണ്, ബഹുമാനിതനായി എന്നാണ് അർത്ഥം. ബഹുമാനമുള്ളവനായി. അപ്പോ കറമ ആദരിച്ചു, ബഹുമാനം കാണിച്ചു, അല്ലെ? അക്രമ എന്നും പറ്റൂ കേട്ടോ. അപ്പൊ ഒന്നിരിക്ക ഫഅല ബാബിലേക്കോ അല്ലെങ്കിൽ അഫ്അല ബാബിലേക്കോ മാറ്റുക. ദഹബ പോയി, അദ്ഹബ പോക്കി, ഓനെ പോയിപ്പിച്ചു. ഖറജ പുറത്തുപോയി, അഖ്റജ പുറത്താക്കി, ദഖല പ്രവേശിച്ചു, അദ്ഖല പ്രവേശിപ്പിച്ചു, സമിഅ കേട്ടു, അസ്മഅ കേൾപ്പിച്ചു, അസ്മഅ എന്ന് പറഞ്ഞാൽ കേൾപ്പിച്ചു. അപ്പൊ ഇങ്ങനെ ഒക്കെ ലാസിമായ ഫീലിനെ നമുക്ക് മുത്തഅദ്ദിയാക്കാൻ പറ്റും. അതിസ്മാണ്, അക്ബറു എന്നാണ്. അത് അക്ബറു. ഇനി കബുറ വലിയവനാക്കി എന്നുള്ളതിന് അക്ബറ എന്ന് പറയും. അക്ബറ വലിയവനാക്കി, അത് അഫ്അല ബാബിലേക്ക് ആക്കുമ്പോ. അതുപോലെ കബ്ബറ എന്ന് പറയും. തക്ബീർ ചൊല്ലി, വലിയവനാക്കാന്നാണ്. തക്ബീർ മസ്തറാണ്, തഫ്ഈൽ വസ്നിക്ക്. അപ്പോ ഒന്നുകൂടി ചുരുക്കി പറ. സുലാസി മുജറദായ ഫീലിനെ, സുലാസി മുജറദായ ലാസിമായ ഫീലിനെ മുത്തഅദ്ദിയാക്കാൻ പറ്റും. അത് രണ്ട് രൂപത്തിലാണ്. ഒന്ന്
ഐന് ഫീൽ ഇരട്ടിപ്പിക്കുക. മറ്റൊന്ന് തുടക്കത്തിൽ ഒരു ഹംസ കൊടുക്കുക. അജ്ലസ്, ജലസ ഇരുന്നു എന്നാണ്. അജ്ലസ ഇരുത്തി, കഅദ ഇരുന്നു, അഖഅദ ഇരുത്തി. കണ്ടോ? ഇനി നോക്ക്. അപ്പൊ അത് രണ്ട് വഴിയായിട്ടോ. ഒരു വഴി കൂടി ഉണ്ട്. ഒരു വഴി കൂടി ഉണ്ട്. ഒരു അക്ഷരം കൊണ്ട് വിട്ട് കിടക്കുക. ഞാൻ പോയി, ബി സൈദിൻ, സൈദിനെ കൊണ്ടുപോയി, സൈദിനെ കൊണ്ടുപോയി. അപ്പൊ അവിടെ ബ എന്ന ഒരു അക്ഷരം, ജറിന്റെ ഒരു അക്ഷരം വന്നപ്പോ സൈദിനെ കൊണ്ടുപോയി. മഅ സൈദിൻ. ഏത്? അല്ല, ശരിയാണ്, വേറെ പോയി തന്നെയാണ്. മറ്റൊരുത്തും അങ്ങനെ എന്താണ് മഫൂല് വരുന്നതാണ്. മഫൂലിലേക്ക് അർഫ് കൊണ്ട് വിട്ട് കിടക്കും. അപ്പൊ കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ ഇവനും കൂടി ആണല്ലോ, ഇവന്റെ ശ്രമഫലമായിട്ടാണല്ലോ ഓൻ പോയത്. ഞാൻ സെയ്ദിനെ കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ സെയ്ദ് പോരൂലായിരുന്നു, സെയ്ദ് വരൂലായിരുന്നു. ഞാൻ എന്ത് ചെയ്തു? അവന് കൊണ്ടുപോയി. അപ്പൊ പോവുക എന്നുള്ള ഇവന്റെ പ്രവർത്തനം അവനിലേക്ക് കൂടി എന്ത് ചെയ്തു? വിട്ട് കടന്നു. നടക്കണത് വൻതലക്തു ബിഹി, അതുപോലെ തന്നെ വൻതലക്തു ബിഹി, ഞാൻ അവനെ കൊണ്ടുപോയി. അപ്പൊ സുലാസി മുജറദിലും സുലാസി മസീദ് ഫീഹിയിലും ലാസിമായതിനെ ബാ കൊണ്ട് വിട്ട് കടത്താൻ പറ്റും, ലാസിമായ ഫീലിനെ. എന്നാൽ സുലാസി മുജറദിൽ മാത്രം ഏതിന് പറ്റും? ഫറഹ എന്നുള്ളതും അജലസ എന്നുള്ളതും അങ്ങനെയും മുത്തഅദ്ദിയാക്കാം. അപ്പൊ ടോട്ടൽ 3 രൂപത്തിൽ ലാസിമായ ഫീലിനെ മുത്തഅദ്ദിയാക്കാം. ഒന്ന് ഐന് ഫീല് ഇരട്ടിപ്പിച്ചുകൊണ്ട്, മറ്റൊന്ന് തുടക്കത്തിൽ ഒരു ഹംസ കൊടുത്തുകൊണ്ട്, മൂന്നാമത്തെ രൂപം ഒരു ജറ് ചെയ്യുന്ന അക്ഷരം, ജറിന്റെ അക്ഷരത്തെ കൊണ്ടും പറ്റും. ഈ ആദ്യം പറഞ്ഞ രണ്ടെണ്ണം, ഐൻ ഫീല് ഇരട്ടിപ്പിക്കുക, അലിഫ് ഹംസ കൊടുക്കുക എന്നുള്ളത് തുലാസി മുജറദിനെ മുത്തഅദ്ദിയാക്കാനാണ്. തുലാസി മസീദ് ഫീഹിയെയും തുലാസി മുജറദിനെയും മുത്തഅദ്ദിയാക്കാൻ പറ്റുന്ന ഒരു രൂപമാണ് ജറിന്റെ അർഫ് കൊടുക്കുക എന്നുള്ളത്. അപ്പൊ സുലാസി മുജറദിന് 3 രൂപം വരും മുത്തഅദ്ദിയാക്കാൻ. തുലാസി മസീദ് ഫീഹിക്ക്, അതുപോലെ റുബായി മുജറദ്, റുബായി മസീദ് ഫീഹിക്കൊക്കെ ഒറ്റ രൂപേ വരുള്ളൂ. അത് ജറിന്റെ അക്ഷരം കൊണ്ട് മാത്രമേ വരൂ. അവരുടെ ഐൻഫീൽ ഇരട്ടിപ്പിക്കാൻ വേറെ ഓപ്ഷൻ ഇല്ല. ഇവിടെ ഐൻഫീൽ ഉണ്ടേ. സുലാസി മജീദ് ഫിഹില് മുത്തഅദ്ദി ഉണ്ട് എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ മുത്തഅദ്ദിയാണ് ഇത്, അക്രമ എന്നുള്ളതന്നെ. ഇനി അതിനെ മുത്തഅദ്ദി ആക്കണ്ട. ബഹുമാനം കൊടുത്തു, ബഹുമാനം കാണിച്ചു. ആര്? അക്രംതു സൈദൻ, ഞാൻ സൈദിനെ ബഹുമാനിച്ചു. അപ്പൊ ബഹുമാനം എന്ന എന്റെ പ്രവൃത്തി സൈദിലേക്ക് വിട്ട് കടന്നു. ലാസിമുണ്ട്, ലാസിമുണ്ട്. ഇൻതലക്ക എന്ന് പറഞ്ഞാൽ പോയി എന്നാണ്. ഇൻതലക്ക എന്ന് പറഞ്ഞാൽ പോയി എന്നാണ്. ബിഹി എന്ന് പറഞ്ഞപ്പോ അത് മുത്തഅദ്ദിയായി. ഞാൻ അവനെ കൊണ്ടുപോയി. അധികം ലാസിമാണ്. ഈ സുലാസി മസീദ് ഫിഹിയിലും റുബായി മുജറദ് മസീദ് ഫിഹിയിലും അധികവും എന്താണ്? ലാസിമാണ്. അപ്പൊ അവകളെയൊക്കെ മുത്തഅദ്ദി ആക്കണമെങ്കിൽ ഇങ്ങനെ കൊടുക്കാം. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? ഫാറൂഖ് ഇല്ലേ? റബി, ഇത് നമ്മൾ ഓതിപ്പോയതാ തോന്നുന്നു അല്ലേ? ഇനി ഞാൻ ഒന്ന് വായിക്കാം. തൻബീഹുൻ, ഉണർത്തലാണ്. അൽ ഫിഅലു ഇമ്മാ മുത്തഅദ്ദിൻ, ഫീല് ഒന്നിരിക്കെ മുത്തഅദ്ദിയാകും.
വഹുവല്ലതി മുത്തഅദ്ദി എന്ന് പറഞ്ഞാൽ അല്ലതി ഒരു ഫീലാണ്. യതഅദ്ദ ഇല മഫ്ഊലിൻ ബിഹി, മഫ്ഊലുൻ ബിഹിയിലേക്ക് അത് വിട്ടുകിടക്കും. മഫ്ഊലുൻ ബിഹിയിലേക്ക് വിട്ടുകിടക്കുന്ന ഫീലുകൾക്കാണ് മുത്തഅദ്ദി എന്ന് പറയുന്നത്. ഏതുപോലെ? ക ഖൗലിക, നിന്റെ വാക്ക് പോലെ. ലറബ്തു സൈദൻ, ഞാൻ സൈദിനെ അടിച്ചു. മുത്തഅദ്ദിയാണ്. വയുസമ്മ, ഇതിന് പേര് പറയപ്പെടും. ഐലൻ, മുത്തഅദ്ദി എന്നതിന് പുറമെ, മുത്തഅദ്ദി എന്നൊരു പേരുണ്ട്, അതിന് പുറമെ വാക്കിഅൻ എന്നു പേരുണ്ട്, മുത്തജാവിസൻ എന്നും പേരുണ്ട്. മുത്തഅദ്ദി എന്നും പേരുണ്ട്, വാക്കി എന്നും പേരുണ്ട്, മുത്തജാവിസ് എന്നും പേരുണ്ട്. ഇനി വ ഇമ്മ ഗൈറു മുത്തഅദ്ദിൻ, ഒന്നിരിക്കെ മുത്തഅദ്ദി ആയിരിക്കും, അല്ലെങ്കിൽ ഗൈറു മുത്തഅദ്ദി ആയിരിക്കും, മുത്തഅദ്ദി ആവൂല. വഹുവ, അതേതാ? അല്ലദീ, ഒരു ഫീലാണ്. ലം യതജാവസിൽ ഫായില, അത് ഫായിലിനെ വിട്ട് കടത്തൂല. ഫായിലിനെ എന്താവൂല? വിട്ട് കടത്തൂല, മഫ്ഊലിലേക്ക് വിട്ട് കടത്തൂല. ഏതുപോലെ? കഖൗലിക, നിന്റെ വാക്ക് പോലെ. ഹസുന സൈദുൻ, സൈദ് ഭംഗിയുള്ളവനായി. വയുസമ്മ, ഇതിന് പേര് പറയപ്പെടും ലാസിമൻ എന്നും ഗൈറ വാക്കിഇൻ എന്നും പേര് പറയപ്പെടും. ലാസിമ് എന്നും പേര് പറയപ്പെടും, അതുപോലെ ഗൈറ വാക്കിഇൻ എന്നും ഇതിന് പേരുണ്ട്. അപ്പൊ മുത്തഅദ്ദിക്ക് വാക്കി എന്നും മുത്തജാവിസ് എന്നും പേരുണ്ട്. ഗൈറു മുത്തഅദ്ദിക്ക് ലാസിമ് എന്നും ഗൈറു വാക്കി എന്നും പേരുണ്ട്. ഇത് നമ്മൾ മുമ്പ് പറഞ്ഞായിരുന്നു. വതഅദിയതുഹു, ലാസിമിനെ മുത്തഅദ്ദിയാക്കൽ. ശ്രദ്ധിക്കണേ, ലാസിമായ ഒന്നിനെ മുത്തഅദ്ദിയാക്കൽ. ഫി സുലാസിയിൽ മുജറദി, സുലാസി മുജറദിൽ മുത്തഅദ്ദിയാക്കുക. സുലാസി മുജറദിൽ ലാസിമായതിനെ മുത്തഅദ്ദിയാക്കൽ. ഇമ്മ, ഒന്നിരിക്കെ, ബിതദ്ഈഫിൽ ഐനി, ഐനിനെ ഇരട്ടിപ്പിക്കൽ കൊണ്ടാണ്. തദ്ഈഫ്, ഇരട്ടിപ്പിക്കുക, ഐനിനെ ഇരട്ടിപ്പിക്കൽ കൊണ്ടാണ്. ഔ ബിൽ ഹംസത്തി, അല്ലെങ്കിൽ ഹംസ കൊണ്ടാണ്. ഹംസ കൊടുക്കുക തുടക്കത്തിൽ, അല്ലെങ്കിൽ ഐൻ ഫീലിനെ ഇരട്ടിപ്പിക്കുക. ഏതുപോലെ? കഖൗലിക, നിന്റെ വാക്ക് പോലെ. ഫറഹ്തു സൈദൻ, ഞാൻ സൈദിനെ സന്തോഷിപ്പിച്ചു. ഞാൻ സൈദിനെ സന്തോഷിപ്പിച്ചു. ഫരിഹ എന്ന് പറഞ്ഞാൽ സന്തോഷിച്ചു എന്നാണ് അർത്ഥം. ഞാൻ സന്തോഷിച്ചു, അത് മഫ്ഊലിലേക്ക്, മഫ്ഊലുൻ ബിഹിയിലേക്ക് വിട്ട് കടക്കൂല. അപ്പം നമ്മൾ അവിടെ എന്ത് ചെയ്തു? ഫറഹ, ഐൻ ഫീൽ ഇരട്ടിപ്പിച്ചിട്ട് ഫറഹ എന്നതിലേക്ക് മാറ്റി. ഫറഹ്തു സൈദൻ. വ അജ്ലസ്തുഹു, ജലസ ലാസിമായിരുന്നു, ഇരുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അത് മുത്തഅദ്ദിയാക്കാൻ വേണ്ടി ഇതിൻ്റെ തുടക്കത്തിൽ ഒരു ഹംസയെ കൊടുത്തു. അജ്ലസ, 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 അജ്ലസു, അങ്ങനെ സർഫാക്കിയിട്ട് അജ്ലസ്തു. ഇനി നോക്കണേ, വതഅദിയതുഹു, ലാസിമായതിനെ മുത്തഅദ്ദിയാക്കൽ. ഇപ്പൊ 2 രൂപയെ നമ്മൾ പറഞ്ഞുള്ളൂ. ഇനി മൂന്നാമത്തെ രൂപം പറയണം. ലാസിമായതിനെ മുത്തഅദ്ദിയാക്കൽ ബി ഹർഫിൽ ജർരി, ജറിന്റെ ഹർഫ് കൊണ്ട്, ജറിന്റെ ഹർഫ് കൊണ്ട്. ഫിൽ കുല്ലി, എല്ലാത്തിലും. എല്ലാത്തിലും പറഞ്ഞാൽ സുലാസി മുജറദിലും, സുലാസി മസീദ് ഫിഹിയിലും, റുബായി മുജറദിലും, റുബായി മസീദ് ഫിഹിയിലും, എല്ലാത്തിലും ജറിന്റെ അക്ഷരം കൊണ്ടുമാണ്. അത് ഏതുപോലെ? നഹ്വു ഏതുപോലെ? ദഹബ്തു ബി സൈദിൻ വൻതലഖ്തു ബിഹി, അവിടെയൊക്കെ എന്താണ്? ദഹബ്തു, ഞാൻ പോയി, ബി സൈദിൻ, സൈദിനെ കൊണ്ടുപോയി. വൻതലഖ്തു ബിഹി, ഞാൻ അവനെ കൊണ്ടുപോയി. അപ്പം ഇവിടെ ഒക്കെ ഈ രൂപം ജറിന്റെ ഹർഫ് കൊണ്ട് മുത്തഅദ്ദിയാക്കുന്നത് എല്ലാത്തിലും വരും. എന്നാൽ സുലാസി മുജറദിൽ മാത്രമേ ഐന് ഫീൽ ഇരട്ടിപ്പിച്ചുകൊണ്ടും ഹംസയെ തുടക്കത്തിൽ കൊടുത്തുകൊണ്ടും വരുള്ളൂ. ഓക്കെ ആണോ? ക്ലിയർ ആണോ? പറയും. ക്ലിയർ അല്ലേ? എവിടെ അസീസ് പാറപ്പള്ളി?
അവിടെ. അപ്പൊ നമ്മൾ ഒരു ഫീൽഡിനെ നമ്മൾ പരിചയപ്പെടുമ്പോൾ 2 രൂപത്തിൽ കാറ്റഗറൈസ് ചെയ്യാൻ നമ്മളിപ്പോൾ പഠിച്ചു. അത് നമ്മൾ എല്ലാ ഫീൽഡിനെയും അപ്ലൈ ചെയ്യണം. നോക്കാം. നക്തഷിഫുൽ ഇജാബാത്തി, ഉത്തരങ്ങളെ നമുക്ക് കണ്ടുപിടിക്കാം. നക്തഷിഫു എന്നുള്ളത് സുലാസിയാണോ, റുബായിയാണോ, മുജറദാണോ, മസീദ് ഫിഹി ആണോ? ഒന്ന് പറയും. നക്തഷിഫു, നഫ്തഇലു, ഇഫ്തഅല യഫ്തഇലു. കണക്ഷൻ പോയ പറയും. നക്തഷിഫു എന്നുള്ളത് ഏതാ ബാബ്? ഇഫ്തിയാലം ബാബ്. അപ്പൊ സുലാസി മുജറദാണോ, സുലാസി മസീദ് ഫിഹി ആണോ? സുലാസി മസീദ് ഫിഹി ആണോ, സുലാസി മുജറദാണോ, റുബായി മുജറദാണോ, റുബായി മസീദ് ഫിഹി? യെസ്, സുലാസി മസീദ് ഫിഹി ആണ്. അതിന്റെ സുലാസി മുജറദ് എന്തായിരിക്കും? അതിന്റെ ഞാൻ വീഡിയോ ഒന്ന് ഓഫ് ആക്കണ്ടേ, കട്ടായി കൊണ്ടുവന്നു. കശഫ എന്നാണ് അതിന്റെ സുലാസി മുജറദ്. ഇനി എൻ്റെ അടുത്ത ചോദ്യം കേട്ടാ, നമുക്ക് ഉത്തരങ്ങളെ നമുക്ക് കണ്ടുപിടിക്കാം എന്നാണ്. അത് മുത്തഅദ്ദിയാണോ ലാസിമാണോ? മുത്തഅദ്ദിയാണോ ലാസിമാണോ? മുത്തഅദ്ദിയാണ്. നമുക്ക് കണ്ടുപിടിക്കാം എന്നാണ്. ആരെ കണ്ടെത്താം? ഉത്തരങ്ങളെ കണ്ടെത്താം. അപ്പൊ ഉത്തരങ്ങൾ എന്നുള്ളതാണ് മഫൂല് ബിഹി. കണ്ടെത്തുന്നത് ഉത്തരങ്ങളിലേക്ക് വിട്ട് കിടക്കുന്നുണ്ടല്ലോ. അപ്പൊ ഇങ്ങനെ നമുക്ക് പറയാൻ പറ്റും. ഓക്കെ ആണോ? ക്ലിയർ ആണോ അസീസ്ക? നമുക്ക് ഈ രൂപത്തില് ഒരു ഫീല് കണ്ടു കഴിഞ്ഞാൽ അത് സുലാസിയാണോ സുലാസി അല്ലേ എന്ന് നമ്മൾ പഠിച്ചതുപോലെ മുതഅദ്ദിയാണോ ലാസിമാണോ എന്ന് പറയാൻ പറ്റണം. ക്ലിയർ അല്ലേ? ഇതൊന്നും പറയാത്ത കേൾക്കണില്ലേ അസീസ്ക? എന്നാ ചോദിക്ക, ഉത്തരം പറയണേ. മൽ ഇസ്മുൽ ആഖറുൽ മുതഅദ്ദി, മുതഅദ്ദിയുടെ മറ്റൊരു പേരെന്താണ്? മുതഅദ്ദിയുടെ മറ്റൊരു പേരെന്താണ്? എന്താ മുതഅദ്ദിയുടെ പേര് പറഞ്ഞു? വാക്കിഅ് മുത്തജാ. ഓക്കെ, യെസ്. പിന്നെ എന്താണ് മുതഅദ്ദി, എന്താണ് ലാസിമ്? രണ്ടാമത്തെ ചോദ്യം. എന്താണ് മുതഅദ്ദി, എന്താണ് ലാസിമ്? എന്താ മുതഅദ്ദി എന്ന് പറഞ്ഞാൽ? ലാസിമ്. യെസ്, വെരി ഗുഡ്. മുജറദിനെ, സുലാസി മുജറദിനെ മുതഅദ്ദിയാക്കാനുള്ള മാർഗങ്ങൾ എത്രണ്ണാണ്? പിന്നെ മസീദ് ഫീഹിനെ ആക്കാനോ? ജറിന്റെ അക്ഷരം. ഓക്കെ, വെരി ഗുഡ്. ഇനിയുള്ള ഇതിൽ നിങ്ങൾ മുതഅദ്ദിയാണോ ലാസിമാണോ എന്ന് കണ്ടുപിടിക്കാനാട്ടോ. ശ്രദ്ധിച്ചോ, ഞാൻ അർത്ഥം പറഞ്ഞുതരാം. നിങ്ങൾ മുതഅദ്ദിയാണോ ലാസിമാണോ എന്ന് പറയണം. 1, റകിബത് താജിറുൽ ഹിസാന, കച്ചവടക്കാരൻ കുതിരപ്പുറത്ത് കയറി. മുതഅദ്ദിയാണോ ലാസിമാണോ?
മുത്താദ്യാണ് അല്ലേ? കയറി, കുതിരന്റെ പുറത്ത് കയറി. അപ്പൊ അതിൽ ഫീൽ ഏതാ? ഫായിലോ മഫൂലോ? യെസ്. ഫീലും ഫായിലും മഫൂലും ഉണ്ട് അവിടെ. അടുത്ത നോക്കണേ, രണ്ടാമത്തത് യസ്തഉൻ നൂറു, വെളിച്ചം പരന്നു, ഫിൽ ഉർഫത്തി, മുറിയിൽ. മുറിയിൽ വെളിച്ചം പരന്നു. ആരാ പറയാ? മുത്താദ്യാണോ ലാസിമാണോ? എന്താ പരക്കുക എന്നുള്ളത് മുത്താദ്യാണോ ലാസിമാണോ? മുത്താദ്യാണ്. എങ്ങനെ മുത്താദ്യാവണം? എങ്ങനെ മുത്താദ്യാവണം? ആ, കുട്ടി കിടക്കണില്ലല്ലോ അവിടെ. എവിടെ കുട്ടി കിടക്കണേ? ഡോക്ടർ സാഹിബേ, അതില് മഫൂലേക്ക് കുട്ടി കിടക്കുന്നുണ്ടാ? വെളിച്ചം വെളിച്ചം വിട്ട് കിടക്കുന്നുണ്ടോ? വെളിച്ചം എന്താണ്? വെളിച്ചം എന്താ? നമ്മൾ വെളിച്ചം പരന്നു തന്നെയല്ലേ മലയാളത്തിൽ പറയാ. വെളിച്ചം നിറഞ്ഞു. വെളിച്ചം ഇല്ലല്ല, അത് ആ പരക്കുക എന്നുള്ളതല്ല. അത് വെളിച്ചം അവിടെ റൂമിൽ കത്തിന്നേ ഉള്ളൂ. റൂമിൽ വെളിച്ചമുണ്ട്, അത്രയല്ലേ വരുള്ളൂ. ആ, അത് ഫായിലേതാ? മറ്റേത് അടി എന്ന് പറഞ്ഞ അടിച്ച ഒരാളുണ്ട് അവിടെ. ആ, ഫായില് ഉർഫെ. പ്രകാശം. പ്രകാശം എന്തായി? തെളിഞ്ഞു, പ്രകാശമുള്ളതായി. റൂമിൽ പ്രകാശമുള്ളതായി എന്നർത്ഥം. അപ്പൊ ഈ തെളിയുക, പരക്കുക എന്ന പ്രവർത്തനം നൂറ് ചെയ്യുന്നുണ്ടോ? സെയ്ദ് അടിച്ചു എന്ന് പറഞ്ഞപ്പോൾ പ്രവർത്തനം അമ്രിലേക്ക് വിട്ടുകടക്കാൻ സെയ്ദ് അടിക്കുക എന്നുള്ള പ്രവർത്തനം സെയ്ദ് ചെയ്ത് എന്ത് ചെയ്യുന്നുണ്ട്? അമ്രിലേക്ക് വിട്ടുകടന്നു. അടി എന്ന് പറയുമ്പോൾ തന്നെ രണ്ടാൾ വേണം അവിടെ. നേരെ മറിച്ച് ഇവിടെ ഈ ഫിൽ ഉർഫ എന്നില്ലെങ്കിലോ? ഫിൽ ഉർഫ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ലാസിം തന്നെയാണത്. അതൊരു ഒരു റൂമിൽ വെളിച്ചം ഉണ്ട് എന്ന അർത്ഥം അവിടെ കിട്ടുന്നുള്ളൂ. റൂമിൽ വെളിച്ചമുണ്ട്, ഫിൽ ഉർഫ വന്നുണ്ട്. മറ്റേത് ഇതായി. മഫൂല് ബിഹി അല്ല അത്. അതൊരു സ്ഥലം, ഒരു സ്പേസിൽ വെളിച്ചമുണ്ട്. അത് വേണേൽ നമുക്ക് മഫൂല് ഫീഹി എന്ന് പറയാം. മഫൂല് ബിഹി ആയിട്ടില്ല. അടുത്ത് നോക്കണേ, അത്ഫഅത്ത് അർരീഹുൽ മിസ്ബാഹ. അതെന്താ ലാസിമ മുത്താദ്ദിയ? അത് അർത്ഥം പറയണതിന് മുമ്പ് നിങ്ങൾ പറയും. എന്തായിരിക്കും മുത്താദ്ദി? കാരണം നെസ്ബ് ഉണ്ടല്ലോ മിസ്ബാഹ് എന്നുള്ളതിന്. റീഹ് എന്നുള്ളതിന് റഫു ആണ്. അർത്ഥം കാറ്റ് കെടുത്തി അൽ മിസ്ബാഹ, വിളക്കിനെ. കാറ്റ് വിളക്കിനെ കെടുത്തി. അടുത്ത നോക്കണേ, സറഅ അൽ ഫല്ലാഹു അൽ അറുസ. അതായിരിക്കും അല്ലേ? കർഷകൻ നെല്ല് കൃഷി ചെയ്തു. യുഹിബുൽ ഇൻസാനുൽ ഖൈറ, മനുഷ്യർ നന്മ ഇഷ്ടപ്പെടുന്നു. എന്താ? മനുഷ്യൻ നന്മയെ ഇഷ്ടപ്പെടുന്നു, നല്ലതിനെ ഇഷ്ടപ്പെടുന്നു. മുത്താദ്ദിയല്ലേ? ഖൈറ മുത്താദ്ദിയല്ലേ? മഫൂലല്ലേ?
മൻ അഹബ്ബനി, ആരെന്നെ ഇഷ്ടപ്പെട്ടാലും എല്ലാം വരും. അടുത്തത് ഇത് നോക്കണേ. ദബുലത്തിൽ വർദ്ധത്തു ഫിൽ ബുസ്താനി, പൂന്തോട്ടത്തിൽ റോസാപ്പൂവ് വാടി. അതോ ലാസിമ്, പൂവാടി, ദബുല. ശരിബത്തിൽ മുദർരിസത്തു അൽ കഹ്വത്ത, പ്രൊഫസർ കോഫി കുടിച്ചു. എന്താ ലാസിമ? അല്ലേ, കാപ്പിയെ കുടിച്ചു. തജിരി സഫീനത്തു അലൽ മാ, വെള്ളത്തിന് മുകളിലൂടെ കപ്പൽ സഞ്ചരിക്കുന്നു. തജിരി സഫീനത്തു ലാസിമ. ജറാ എന്ന് പറഞ്ഞ നടക്കുക, നടന്നു. ജറാ എന്ന് പറഞ്ഞാൽ നടന്നു എന്നാണ്, സഞ്ചരിച്ചു. എന്തിനെ സഞ്ചരിച്ചു, ആരെ സഞ്ചരിച്ചു, ആർക്ക് സഞ്ചരിച്ചു? ഉത്തരം കിട്ടുന്നുണ്ടോ? എന്തിലൂടെ സഞ്ചരിച്ചു എന്നുള്ളതിന് ഉത്തരം ശരിയാണ്. അത് നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്, റൂമിൽ വെളിച്ചം പരന്നു പറഞ്ഞ പോലെ തന്നെ. അത് ഇതാണ്. യനാമുൽ വലതു അല സരീരി, കുട്ടി കട്ടിലിന്റെ മേൽ കിടന്നുറങ്ങുന്നു. അതോ യൻജഹുൽ മുജ്തഹിദു, കഠിനാധ്വാനി വിജയിക്കും. ഫിൽ ഇംതിഹാൻ, പരീക്ഷയിൽ. ലാസിമ. യെസ്. ഇനി ഇത് എന്ത് ചെയ്യണം അറിയോ? ഒരു സെന്റൻസ് തന്നു, അത് മുത്തഅദ്ദി ആക്കിയതാട്ടോ. സഹുലത്തിൽ മസ്അലത്തു, മസ്അല എളുപ്പമായി. എന്താ മസ്അല എളുപ്പമായി എന്ന് പറഞ്ഞാൽ ഒരു വിഷയം എളുപ്പമായി. ലാസിമാണത്. സഹൽത്തുൽ മസ്അലത്ത, മസ്അലയെ ഞാൻ എളുപ്പമാക്കി. എന്ത് ചെയ്തു? മാറ്റി. ഫരിഹത് തിഫുലു ബിൽ ഹൽവ, മുട്ടായി കണ്ട് കുട്ടി സന്തോഷിച്ചു. ഫർറഹൽ വാലിദു, വാപ്പ സന്തോഷിപ്പിച്ചു. അത്തിഫുല, കുട്ടിയെ. ബിൽ ഹൽവ, മധുരം നൽകിക്കൊണ്ട്. ഇവിടെ നോക്ക്, ഇവിടെ മസ്അലത്തു എന്നുള്ളത് ഫായിലാണ്, അവിടെ മഫൂലാക്കി പുറത്ത്. ഇവിടെ തിഫുലു ഫായിലാണ്, ഇവിടെ തിഫുലിനെ മഫൂലാക്കി. ഇനി നോക്ക്, ജലസൽ വാലിദു അൽ കുർസി, വാപ്പ കസേരയുടെ മേലിരുന്നു. അതിന്റെ അവിടെ നോക്ക്, അജ്ലസത് ത്വബിബു, ഡോക്ടർ ഇരുത്തി. അൽ വാലിദ, വാപ്പനെ. അൽ കുർസി, കസേരയുടെ മേലിൽ. ഖറജൽ ജുന്ദിയു, പട്ടാളക്കാരൻ പുറത്തു വന്നു. മിനൽ മഖ്മൻ, ഒളിത്താവളത്തു നിന്ന് പുറത്തു വന്നു. അപ്പൊ അതിന് അഖ്റജ്ന, ഞങ്ങൾ പുറത്താക്കി. അൽ ജുന്ദിയ, പട്ടാളക്കാരനെ. മിനൽ മഖ്മനി, ഒളിത്താവളത്തിൽ നിന്ന് പുറത്താക്കി. സഉബ സൈറു ഫി ത്വരീഖ്, വഴിയിലൂടെ യാത്ര ബുദ്ധിമുട്ടായി. സഉബ, പ്രയാസമായി. അസൈറു, യാത്ര. ഫി ത്വരീഖ്, വഴിയിൽ. അപ്പൊ അവിടെ നോക്ക്, അവിടെ എന്താ ചെയ്ത്? സഅബ സിഹാമു, തിരക്ക് പ്രയാസമുണ്ടാക്കി. അസൈറ ഫി ത്വരീഖ്, വഴിയിലൂടെയുള്ള നടത്തത്തിനെ. തിരക്ക് എന്ത് ചെയ്തു? പ്രയാസമുണ്ടാക്കി. സഉബന സഅബ, അതൊക്കെ അങ്ങനെയൊക്കെ. ക്ലിയർ അല്ലേ? എളുപ്പല്ലേ? അപ്പോൾ മുത്തഅദ്ദിനെ, ലാസിമിനെ മുത്തഅദ്ദി ആക്കുന്ന 3 രൂപങ്ങളാണ് പറഞ്ഞത്.
ഓക്കെ അല്ലേ? റബി, ഫാറൂഖ് ഭായ്, യെസ്. ഇതൊന്ന് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പറയാം. നമ്മൾ പഠിച്ച ഭാഗം കേട്ടോ, മീസാനിൽ പഠിച്ചതാണ്, ഇപ്പോൾ എളുപ്പമാവും. തസ്രീഫുൽ അഫ്ആലിൽ മാലിയ, മാലിയായ ഫീലുകളെ സർഫാക്കൽ. ഫസ്ലുൻ, ഒരു അധ്യായമാണ്. ഫി അംസിലത്തി തസ്രീഫി ഹാദിഹിൽ അഫ്ആൽ, ഈ ഫീലുകളെ സർഫാക്കുന്ന. ഇപ്പം നമ്മൾ പഠിച്ച സുലാസി മുജറദ് മസീദ്, റുബായി മുജറദ് മസീദ് തുടങ്ങിയ ഫീലുകളെ സർഫാക്കുന്ന വിഷയത്തിൽ പറയുന്ന അധ്യായമാണ്. ആ അപ്പം എന്താണ് അവകളുടെ മാലി എന്താണ് എന്നൊക്കെ എണ്ണി പറയുന്നത്. അമ്മൽ മാലി, അപ്പോൾ മാലി, ഫഹുവ, മാലി എന്ന് പറഞ്ഞാൽ അൽ ഫീൽ, ഒരു ഫീലാണ്. അല്ലദീ ദല്ല അല മഅനൻ, ഒരു അർത്ഥത്തിൻ്റെ മേൽ അറിയിച്ചിരിക്കുന്നു. വുജിദ ഫി സമാനിൽ മാലി, കഴിഞ്ഞുപോയ കാലഘട്ടത്തിൽ ഉണ്ടായ, കഴിഞ്ഞുപോയ കാലത്തുണ്ടായ ഒരു ആശയത്തിൻ്റെ മേൽ, ഒരു മഅനയുടെ മേൽ അറിയിച്ചിരിക്കുന്നു. അപ്പോൾ നോക്ക് നിങ്ങൾ, കതബ, എഴുതി, കഴിഞ്ഞുപോയ കാലത്ത് ഉണ്ടായ ഒരു പ്രവൃത്തിയാണത്. ജലസായിരുന്നു, കഴിഞ്ഞുപോയി. ദഹബ, പോയി. നസറ, സഹായിച്ചു, ഒക്കെ കഴിഞ്ഞു. അപ്പോൾ പാസ്റ്റ് ടെൻസിൽ കഴിഞ്ഞുപോയ കാലത്തുണ്ടായ ഒരു അർത്ഥത്തിൻ്റെ മേൽ അറിയിക്കുന്ന ഫീലാണ് മാലി എന്ന് പറഞ്ഞാൽ. അപ്പം മാലിയെ നമ്മൾ ഇനി സർഫാക്കാൻ പോകാട്ടോ. എല്ലാ മാലിയും നമ്മളെ പറഞ്ഞ 23 ബാബിൻ്റെ മാലി നമ്മൾ സർഫാക്കുകയാണ്, ശ്രദ്ധിച്ചോണി. അപ്പോൾ അതിൽ ഫൽ മബ്നിയുലിൽ ഫായിലി, ഫായിലിന് വേണ്ടി എടുക്കപ്പെട്ടത്, അതായത് മഅറൂഫ്, ഫായിലിന് വേണ്ടി എടുക്കപ്പെട്ടത് എന്ന് പറഞ്ഞാൽ ഫായിലായിട്ട് വരുന്നത് മഅറൂഫായത്, മിൻഹു, മാലിയിൽ നിന്നും ഫായിലിന് വേണ്ടി എടുക്കപ്പെട്ടത് എന്ന് പറഞ്ഞാൽ മാ, ഒന്നാണ്, ഒരു ഫീലാണ്. കാന അവ്വലുഹു, അതിൻ്റെ തുടക്കമായിരിക്കുന്നു, മഫ്തൂഹൻ, ഫത്ഹാക്കപ്പെട്ടതായിരിക്കുന്നു. മഅറൂഫായ മാലി മഅറൂഫാണോ, അതിൻ്റെ തുടക്കം ഫത്ഹായിരിക്കും, തുടക്കം ഫത്ഹായിരിക്കും. ഒന്നാമത്തെ ലെറ്റർ എന്തായിരിക്കും? ഫത്ഹായിരിക്കും. ഔ കാന അവ്വൽ മുത്തഹറക്കിൻ, അല്ലെങ്കിൽ അവ്വൽ മുത്തഹരിക്ക്, ആദ്യത്തെ ഹർക്കത്തുള്ളത്, മിൻഹു മഫ്തൂഹൻ, അത് ഫത്ഹായിരിക്കും. ഇതിരിക്ക തുടക്കത്തെ ഫസ്റ്റ് ലെറ്റർ തന്നെ ഫത്ഹായിരിക്കും. ഇനി അല്ലെങ്കിൽ ഫസ്റ്റ് ലെറ്റർ ഫത്ഹാവില്ല, ഹറക്കത്തുള്ളതിൽ ഫസ്റ്റ് ഉള്ളത് ഫത്ഹായിരിക്കും, ഹറക്കത്തുള്ളതിൽ ഫസ്റ്റ് ഉള്ളത്. നോക്കുക, മിസാല ഉദാഹരണം, നസറ, അടങ്ങൾ നസറ തുടക്കത്തിൽ ഫത്ത് അല്ലേ? നസറ, നസറ, നസറു. അതിൽ അലിഫ് പരിഗണിക്കൂല എന്ന് താഴത്ത് പറയണ്ട, അലിഫുകൾ പരിഗണിക്കൂല, കാരണം അത് കൂട്ടി പറയുന്ന സമയത്ത് പോവും, കൂട്ടി മൊഴിയുമ്പോൾ ഫായിൻ അർക്കത്തില്ലല്ലോ, സുക്കൂൻ അർക്കത്തല്ല, അർക്കത്തില്ലാത്ത അവസ്ഥക്ക് പറയുന്ന പേരാണ് സുക്കൂൻ. അർക്കത്തുകൾ 3 ഉള്ളൂ, അതായത് വവൽ സൗണ്ട് 3. അത് എന്താ? ഷോർട്ട് വവൽ, അറബിയിൽ ഷോർട്ട് വവൽ 3 ഉള്ളൂ, ഫത്ഹ, കസ്ര, ലമ്മ. ലോങ് വവൽ ആണ്, അത് 3. ഫത്ഹ, കസ്ര, ലമ്മ. അത് കൂടെ ഫത്ത് കൂടെ അലിഫ് ചേരും, വാവ് കൂടെ ലമ്മു കൂടെ വാവ് ചേരും, കസ്രയിൽ കൂടെ യാവ് ചേരും. ഈ 3 അതിന് വവലായിട്ട് എന്ന് പറയില്ല, അത് നമ്മള് ശരിക്കൊരു വവലായിട്ടല്ല അത് പറയാ. വവലായിട്ട് ഈ ഷോർട്ട് വവല്, ലോങ് വവൽ എന്നാ പറയാം. പിന്നെ അത് തൻവീനല്ലേ, അവസാനം നൂന് സുക്കൂനാണല്ലോ, അങ്ങനെ ഒരു പ്രയോഗമാണത്. എഴുത്തില് നൂനുണ്ടാവില്ല, പക്ഷെ പറച്ചില് നൂനുണ്ടാവും. ഇപ്പോൾ മഫ്തൂഹൻ എന്ന് പറയുമ്പോൾ എഴുത്തിൽ നൂന് അവിടെ കാണുന്നില്ല, പക്ഷെ അവിടെ എന്തുണ്ട്? പത്ത് ഇതുണ്ട്. പിന്നെ ചിലരൊക്കെ അത് വവലായിട്ട് എണ്ണിയിട്ടുണ്ട് കേട്ടോ, അതൊരു വവൽ തന്നെയാണല്ലോ. ഫത്തുഹ കൂടെ തൻവീൻ വരുമ്പോഴല്ലേ ഫത്ത് ഹൻ ആകുന്നത്, കസ്രയെ കൂടെ തൻവീൻ വരുമ്പോഴല്ലേ എങ്ങനെ വരുന്നത്, ലമ്മയെ കൂടെ തൻവീൻ വരുമ്പോഴല്ലേ റജുലുൻ ആകുന്നത്. അങ്ങനെ മറ്റു വവലിൽ എണ്ണിയവരും ഉണ്ട്. പക്ഷെ എന്നാലും അടിസ്ഥാനപരമായിട്ട് നോക്കുകയാണെങ്കിൽ 3 വവലേ ഉള്ളൂ. നസറ, നസറ, നസറു, നസറത്തു, നസറത, നസർന, നസർത്ത, നസർത്തുമാ, നസർത്തും, നസർത്തി, നസർത്തുമാ, നസർത്തുന്ന,
നസർതു നസർനാ. ഇത് നമ്മൾ പഠിച്ചില്ലേ മീസാനിൽ. വക്കിസ് അലാ ഹാദാ, ഈ പറഞ്ഞതിൻ്റെ മേൽ നീ സർഫാക്കിക്കോ, ഖിയാസാക്കിക്കോ, താരതമ്യപ്പെടുത്തിക്കോ. എന്തിനാ ഇനി പറയാൻ പോണതിനൊക്കെ. അഫ് അല സർഫാക്കി. അഫ് അല അഫ് അല അഫ് അലു. ആ ഡോക്ടർ സാഹിബേ. ആ ഇനി അതിൻ്റെ മൻഫിയാവുമ്പോൾ മാ അഫ് അല മാ അഫ് അല മാ അഫ് അലു, മാ അഫ് അലത്ത് മാ അഫ് അലത്ത മാ അഫ് അൽന. ആ യെസ്. അപ്പൊ നമ്മള് മറ്റേത് നമ്മൾ മീസാനിൽ ഒറ്റ ഐറ്റേ പറഞ്ഞുള്ളൂ. ഇപ്പൊ നമ്മൾ എല്ലാം പറഞ്ഞിട്ട് എല്ലാം സർഫാക്കുന്ന രൂപമാണ് പറയുന്നത് കേട്ടോ. അടുത്ത് നോക്ക്, അടുത്തൊരാൾ സർഫാക്ക് ഫഅല. ഇതേപോലെ ഫഅല, ഇതേപോലെ സർഫാക്കി. ആ ആ യെസ്, വെരി ഗുഡ്. മാ ചേർത്തിട്ട് യെസ്, വെരി ഗുഡ്. ഫഅല നമ്മുടെ അസീസ് സർഫാക്കി. ഫഅല പറപ്പള്ളി അസീസ്. ഫഅല ഫഅല യെസ്. ഫഅലല നമ്മുടെ പാറപ്പള്ളി അസീസ്ക. പാറപ്പള്ളി അസീസ്ക ഇപ്പൊ പറഞ്ഞേ. ആ എന്നാ പറയും. ആ ആ ഫഅലൽന യെസ്. തഫഅലല ഞാൻ സർഫാക്കാം. തഫഅലല തഫഅലല തഫഅലലു തഫഅലലത്ത് തഫഅലലത തഫഅലൽന തഫഅലൽത തഫഅലൽതുമാ തഫഅലൽതും തഫഅലൽതി തഫഅലൽതുമാ തഫഅലൽതുന്ന തഫഅലൽതു തഫഅലൽന. ആ തഫഅല ഫാറൂഖ്. തഫഅല ആ തഅല്ലമ എന്ന് പഠിച്ചില്ലേ നമ്മൾ. തഅല്ലമ 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 തഅല്ലമു തഅല്ലമത്ത് ഉണ്ടോ അതേപോലെ തന്നെ. സിമ്പിളാണ്. അതായത് നമ്മൾ ഏതൊരു മാദി മാറൂഫ് കണ്ടാലും നമ്മൾ ഇതേപോലെ ഈ ഈ ഒരു ബേസിലേക്കാണ് കൊണ്ടുവരണം. ഫഅല എന്നുള്ള ഇട്ടയിലേക്കാണ് കൊണ്ടുവരണം. ഇപ്പം നസറ എന്നുള്ളത് നമ്മൾ ഫഅല എന്നുള്ളതിലേക്ക് കൊണ്ടുവരുന്നില്ല. അതേപോലെ ഏതൊരു ഫീല് കിട്ടിയാലും അതിൻ്റെ ബേസ് സ്ട്രക്ചറിലേക്ക്, ഫസ്റ്റ് സ്ട്രക്ചറിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, അതിനെ കൊണ്ടുവരണം. അതാ സ്ട്രക്ചറാണ് ഇപ്പോൾ ഈ പറഞ്ഞത്. അഫ്അല ഫഅല ഫഅല ഫഅലല തഫഅലല തഫഅല തഫഅല. ഡോക്ടർ സാഹിബ് തഫഅല സർഫാക്കി. ഡോക്ടർ സാഹിബ് കേൾക്കണില്ലേ? വണ്ടിയില്ല. തഫഅല സർഫാക്കി പറയാം. അല്ല തഫഅല ഇത് നമ്മൾ ഡോക്ടർ സാഹിബ് ചോദിച്ച ഭാഗമാണ് ഇൻഫാല. ആണോ ഇൻഫാല തുടക്കത്തിൽ അലിഫാണ്, അലിഫിന് കസ്റ ഉള്ളത്. അടുത്ത നോക്ക് ഇഫ്താല കസ്റ.
ഇഫ്അല കസ്ര, ഇസ്തഫ്അല കസ്ര, ഇഫ്അല കസ്ര, ഇഫ്ഔഅല കസ്ര, ഇഫ്അവ്വല കസ്ര, ഇഫ്അന്നല കസ്ര, ഇഫ്അലല്ല കസ്ര, ഇഫ്അൻലാ കസ്ര. ഇത് കസ്റാണ്. അപ്പം അതിന് മറുപടി ആയിട്ട് പറയണേ, ശ്രദ്ധിച്ചോ. വലാ തുഴത്തബറു, പരിഗണിക്കപ്പെടൂല. ഹറക്കാത്തു, ഹറക്കത്തുകൾ, ഹാദിഹിൽ അലിഫാത്ത്, ഈ അലിഫുകളുടെ ഹറക്കത്തുകൾ പരിഗണിക്കൂല. ഈ പറയപ്പെട്ട ഞാൻ ഇപ്പോൾ വായിച്ച ഇതിൻ്റെ ഒന്നും എന്താണ് അലിഫുകൾ ഇവിടെ മുതൽ കേട്ടോ, ഇൻഫാല മുതൽ ഇഫ്താല മുതൽ ഇങ്ങനെ ഇതുവരെ ഇതിൻ്റെ ഒന്നും അലിഫുകൾ പരിഗണിക്കൂല. ഫിൽ അവായിൽ, തുടക്കങ്ങളിലുള്ള ഈ അലിഫുകളുടെ ഹർക്കത്തുകൾ പരിഗണിക്കൂല. ഫൈനഹ, കാരണം ഫൈനഹ, ഈ അലിഫുകൾ സായിദത്തുൻ, സായിദയാണ്, അധികം വന്നതാണ്. തസ്ബുതു ഫിൽ ഇബ്തിദാ, അധികം വന്നു എന്ന് വെച്ചാൽ എല്ലാ അധികം വന്നതിനെയും നമ്മളിങ്ങനെ ഒഴിവാക്കൊന്നുമില്ല. പക്ഷെ എങ്ങനെയുള്ള അധികം വന്നതാണ്? തസ്കുത്തു ഫിൽ ഇബ്തിദാ, തുടക്കത്തിലാണെങ്കിൽ സ്ഥിരപ്പെടും. അതുകൊണ്ട് തുടങ്ങാണ് നമ്മൾ സ്ഥിരപ്പെടും. ഇൻഫഅല, അപ്പൊ ഈ അവിടെ പറയും. ഇനിയോ തസ്കുത്തു, അത് ഒഴിവാകും. ഫിദ്ദർജി, കൂട്ടി പറയുമ്പോൾ. ഇടയിലാണെങ്കിൽ ഇടയില അവകൾ പോകും. അതുകൊണ്ടാണ് നിങ്ങൾ ഇവിടെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. വൻ ഫഅല എന്ന് പറഞ്ഞു, വ ഇൻഫഅല എന്ന് കൊടുത്തിട്ടില്ല. കണ്ട, വൻ ഫഅല, വഫ്തഅല, വഫ്അല, അത് ശരിക്കും അവിടെ ഈന്നാണ്. അത് ഇടയിൽ വരുമ്പോൾ കൂട്ടി ഇടയിൽ വരുന്ന സമയത്ത് അത് പോകും. തുടങ്ങുകയാണെങ്കിൽ പറയും. ഇപ്പം നമ്മൾ തുടങ്ങുകയാണ് ഇൻഫഅല, അങ്ങനെ തന്നെ പറയാം. തുടങ്ങുകയാണെങ്കിൽ, അതുകൊണ്ട് തുടങ്ങുകയാണെങ്കിൽ, സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ. അപ്പം നമ്മൾ അങ്ങനെ തന്നെയാണല്ലോ. അപ്പോൾ ഖുൽ ഹുവല്ലാഹു അഹദ്, അല്ലാഹു സമദ്, അവിടെ ആന്ന് തുടങ്ങും. ഇസ്മാണത്, ആന്ന് തുടങ്ങും. അതുപോലെ അൽഹംദു, അവിടെ പറയാം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അൽഹംദു, അവിടെ ആന്ന് തുടങ്ങും. അത് വസിലിൻ്റെ അംശയാണ്. അത് ഇസ്മിലുള്ള വസിലിൻ്റെ അംശമാണ്. ഇത് ഫീലിലുള്ള വസിലിൻ്റെ അംശമാണ്. ഫീലിലുള്ള വസിലിൻ്റെ അംശമാണ്. ഇസ്മിലുള്ള അംശ നമ്മൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീമിൽ ഹംദു ആണ്, അവിടെ ഉച്ചരിക്കൂല്ലോ, കൂട്ടിയതും ഉച്ചരിക്കൂല, അത് വസിലാണ്. ഇതേപോലെ തന്നെ ഇത് ഫീലിലുള്ള വസിലിൻ്റെ അംശമാണ്. പക്ഷെ സർഫാക്കുമ്പോൾ നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇഫ്തഅല, ഇഫ്തഅല, ഇഫ്തഅലു, ഇഫ്തഅലത്, ഇഫ്തഅലത, ഇഫ്തഅൽന, ഈ തന്നെ പറഞ്ഞ് പഠിക്കണം കേട്ടോ, അതിന് മറന്നു. ഇൻഫഅല, ഇൻഫഅല, ഇൻഫഅലു, ഇൻഫഅലത്, ഇൻഫഅലത, ഇൻഫഅൽന, ഇൻഫഅൽത, ഇൻഫഅൽതുമ, ഇൻഫഅൽതും, ഇൻഫഅൽതി, ഇൻഫഅൽതുമ, ഇൻഫഅൽതുന്ന, ഇൻഫഅൽതു, ഇൻഫഅൽന. ഇഫ്തഅല, ഇഫ്തഅല, ഇഫ്തഅലു, ഇഫ്തഅലത്, ഇഫ്തഅലത, ഇഫ്തഅൽന, ഇഫ്തഅൽത, ഇഫ്തഅൽതുമ, ഇഫ്തഅൽതും. ഇഫ്അല്ല, ഇഫ്അല്ല, ഇഫ്അല്ലു, ഇഫ്അല്ലത്, ഇഫ്അല്ലത, ഇഫ്അലൽന. അവിടെ ശ്രദ്ധിക്കണം കേട്ടോ. ഇഫ്അലൽന, അവിടെ അവസാനം ശബ്ദ ആയതുകൊണ്ട് ഒന്നിന് നമ്മൾ എന്ത് ചെയ്യുന്നറിയോ, ഒരു സുക്കൂൻ കൊടുക്കും രണ്ടാമത്തേന്. എന്നിട്ട് ഇഫ്അലൽന, ഇഫ്അലൽത, ഇഫ്അലൽതുമ, ഇഫ്അലൽതും, ഇഫ്അലൽതി, ഇഫ്അലൽതുമ, ഇഫ്അലൽതുന്ന, ഇഫ്അലൽതു, ഇഫ്അലൽന. ഇസ്തഫഅല പറയും. ഇസ്തഫഅല സർഫാക്കി. ഇഫ്അല, അസീസ്ക പറയും. യുഎഇ അസീസ്ക പറയും. ഇഫ്അല, ഇഫ്അലൽന ട്ടോ, ഇഫ്അലൽന. പിന്നെ ഇഫ്അലൽതു, ഇഫ്അലൽന, ഇഫ്അലൽതു, ഇഫ്അലൽ, ഇഫ്അലൽത, ഇഫ്അലൽതുമ, ഇഫ്അലൽതും, ഇഫ്അലൽതി, ഇഫ്അലൽതുമ, ഇഫ്അലൽതുന്ന, ഇഫ്അലൽതു, ഇഫ്അലൽന. ഉന്ന മുതൽ മാറും. ഉന്ന മുതൽ മാറും. മറ്റോടത്ത് ഇഫ്അലൽതു എന്നാ വരാ കേട്ടോ. ഇഫ്അലൽത, അത് അലിഫ് ഇല്ലല്ലോ. ഇഫ്അല്ല എന്നുള്ളടത്ത് ഇഫ്അലൽന, ഇവിടെ ഇഫ്അലൽന. മറ്റൊരു ഇഫ്അലൽന, ഇത് ഇഫ്അലൽന. ഇഫ്ഔഅല,
ഫാറൂഖ് ഭായ് സർഫാക്കി. അല്ല, മാതി മാത്രം. ഔ അല ഇഫ് ഔ അല ഇഫ് ഔ അലു. അതെ അതെ, ശരി ശരി. ഇഫ് അവല, ഇഫ് അവല. ആ, അസീസ്ക, നമ്മുടെ പാറപ്പള്ളി അസീസ്ക. ആ, ആ, ആ. തുന്ന നാ. ഇഫ് അവൽതു ഇഫ് അവൽന. ഇഫ് അൻലല, ഡോക്ടർ സാഹിബ്. ആ, ഉം, ആ, യെസ് യെസ്. ഇതിന് ഇഫ് അൻലലക്ക് ഇസ്ലാം, ഇസ്ലങ്ക എന്നല്ല, ഇഹ്റഞ്ചമി അല്ല. അല്ല അല്ല, ഒറ്റ മിനിറ്റ്. കാൻസസ, ഇത് ഇക്കാൻസസ. ഇക്ക- ആ, രണ്ടിലാണ്. ഇഫ് അൻലലാന്നല്ലേ? ഇതാ അൻലലാന്നല്ലേ? രണ്ടും ലാമാണ്. രണ്ട് സീൻ. പിന്നെ ഇഫ് അലല്ല, അത് ഞാൻ സർഫാക്കാം. ശ്രദ്ധിച്ചോണേ. ഇഫ് അലല്ല, ഇഫ് അലല്ല, ഇഫ് അലല്ലു, ഇഫ് അലല്ലത്ത്, ഇഫ് അലല്ലത, ഇഫ് അലൽന, ഇഫ് അലൽത, ഇഫ് അലൽതുമാ, ഇഫ് അലൽതും, ഇഫ് അലൽതി. അവിടെ ഒരു ലാം മിസ്സായോ? ഇഫ് ഇഫ് അലല്ല, ഇക്ശഅറ, ഇക്ശഅറ, ഇക്ശഅറു, ഇക്ശഅറത്ത്, ഇക്ശഅറത, ഇക്ശഅറിർന, ഇക്ശഅരിർത, ഇക്ശഅരിർതുമാ, ഇക്ശഅരിർതും, ഇക്ശഅരിർതി, ഇക്ശഅരിർതുമാ, ഇക്ശഅരിർതുന്ന, ഇക്ശഅരിർതു, ഇക്ശഅരിർന. അത് ഇതിന്റെ ഈ ഫീലുകളുടെ ഇതിലങ്ങനെ വരിക. അത് ഇദ്ഗാം അഴിച്ചും പോയതാണ്. ഇദ്ഗാം അഴിക്കും. ആ, ആ, ഇദ്ഗാം അഴിച്ചപ്പോഴേ അത് പലതും. ആ, ആ, അതെ, അത് ആദ്യം പറഞ്ഞപ്പോ ഞാൻ അങ്ങനെ പറഞ്ഞ് അത് മാറ്റി. അപ്പൊ അതാ എവിടെ ഇപ്പോ ഇതിൽ പറഞ്ഞ ഉദാഹരണം എവിടെ? ഇക്ശഅറ, ഇക്ശഅറ, ഇക്ശഅറു, ഇക്ശഅറത്ത്, ഇക്ശഅറത, ഇക്ശഅരിർന. എന്താണ്? ഇക്ശഅരിർന, ഇക്ശഅരിർത, ഇക്ശഅരിർതുമ. രണ്ട് റാണ്ട് അവിടെ കേട്ടോ, രണ്ട് റാണ്ട്. ഇക്ശഅരിർതും, ഇക്ശഅരിർതി, ഇക്ശഅരിർതുമ, ഇക്ശഅരിർതുന്ന, ഇക്ശഅരിർതു, ഇക്ശഅരിർന.
ഓക്കെ അല്ലേ? അല്ല അത് കുഴപ്പമില്ല നമുക്ക്. ഇക്ക് അൻസസ, ഇക്ക് അൻസസ, ഇക്ക് അൻസസു, ഇക്ക് അൻസസത്ത്, ഇക്ക് അൻസസത്ത, ഇക്ക് അൻസസ്ന, അത് കുഴപ്പമില്ല. ഇതെന്താ വെച്ചാല് ഇത് ഈ 4 അക്ഷരം ഇവിടെ കണ്ടോ, ഇഫ് അ ലല്ല, ഫായിനിക്കും ഒരക്ഷരം, അല്ല ഐനിക്കും ഫത്ത്ഹ, ലാമിനിക്കും ഫത്ത്ഹ, ലാമിനും 2 ഫത്ത്ഹ. അപ്പോൾ അത് പിന്നെ ഈ മൂന്നാമത്തത് ഷദ്ദുള്ള ലാമാണല്ലോ, അപ്പോൾ അതിന് ഒന്നാമത്തെ ലാമിന് എന്ത് ചെയ്തു, നമ്മൾ കെസ്ർ കൊടുത്തിട്ട് അങ്ങനെ പറഞ്ഞു. ഫത്ത്ഹ് കൊടുക്കാൻ ഒരു മിനിറ്റ്, 129 സാനി ഇതിലെന്താ കൊടുത്തു നോക്കട്ടെ. ഒരുപാടായോ? ഒരു മിനിറ്റ് കേട്ടോ, അപ്പോൾ അവസാനിപ്പിക്കാം. ഇക്ക് ഷ ഇതിൽ ഇതാണ് ഇക്ക് ഷ അറ, ഇതാണ് കേട്ടോ. ഇതാണ് ഇഫ് അലല്ല, ഈ ബാബാണല്ലോ നമ്മൾ പറഞ്ഞത്. ഇഫ് അലല്ല അതിൽ മാതി സർഫാക്കില്ല അല്ലേ. ഇക്ഷ അറ, ഇക്ഷ അറ ഉണ്ടോ, ഇവിടെ 2 റ ഉണ്ടല്ലോ, അത് നമ്മൾ എന്ത് ചെയ്തു, ഇക്ഷ എന്നാക്കി. എവിടെ ഇതിലെത്തിയപ്പോൾ ഹുന്നൻ്റെ അവിടെ എത്തിയപ്പോൾ പിന്നെ ഇക്ഷ അരിർത്ത, ഇക്ഷ അരിർത്തുമ, ഇവിടെ കണ്ട യക്ഷ ഇറു എന്നല്ലേ അതിൻ്റെ ഇതിൽ പറഞ്ഞത്, അതുകൊണ്ടാണ് അങ്ങനെ ആക്കിയത് കേട്ടോ. ഇവിടെ അതിന് കസറല്ലേ കൊടുത്തു, അയിനിന് കസറ് കൊടുത്തു. അപ്പോൾ ഇതിൻ്റെ മഅറൂഫാണ് സമയത്ത് അങ്ങനെയാണ് തിരിയുക. ചിലത് അങ്ങനെ ഉണ്ട്. ഇപ്പോൾ മസ്സ, മസ്സ, മസ്സു, മസ്സത്ത്, മസ്സത്ത, മസ്ന എന്നും പറയും, മസിസ്ന എന്നും പറയും. മസിസ്ന ഇവിടെ നമ്മൾ എന്ത് ചെയ്തു, ആ ഷെദ്ദുള്ള ഷീനിക്ക് ആദ്യത്തെ ഷീനിക്ക് കസറ് കൊടുത്തിട്ട് പിന്നെ രണ്ടാമത്തെ ഷീനിക്ക് അത് സുക്കൂൻ കൊടുത്തിട്ട് പറഞ്ഞു, അങ്ങനെയും പറയാം. അപ്പം അതേപോലെ ഇവിടെ പറഞ്ഞാണ് ഇക്ക് ഷ അറ, ഇക്ക് ഷ അ റിർന. മനസ്സിലായോ അസീസ്ക? അവിടെ നമ്മൾ എന്ത് ചെയ്തു, മസ്സ എന്ന് സർഫാക്കുന്ന സമയത്തെ മസ്സ, മസ്സ, മസ്സു, മസ്സത്ത്, മസ്സത്ത, മസിസ്ന എന്നാ പറയാം. മസിസ്ന ഷദ്ദുള്ള സീൻ എന്ത് ചെയ്തു, ആദ്യത്തേന് കെസ്ർ കൊടുത്തു, രണ്ടാമത്തെ സുക്കൂന് കൊടുത്തു. അതേപോലെ ഇവിടെ ഷദ്ദുള്ള റായിന് ആദ്യത്തേന് ഇക്ഷ അറ എന്നുള്ളത് അതിന് എന്ത് ചെയ്തു, ആദ്യത്തെ റായിന് കെസ്ർ കൊടുത്തു, രണ്ടാമത്തേന് സുക്കൂന് കൊടുത്തിട്ട് വന്നു ഇക്ഷ അറ. അത് ഹുന്നൻ്റെ അവിടെ എത്തിയപ്പോൾ ഇക്ഷ റിർന എന്ന് പറഞ്ഞു. ഇഫ്തഅല, ഇഫ്തഅല, ഇഫ്തഅലു, ഇൻഫഅല, ഇൻഫഅല, ഇൻഫഅലു. ഇങ്ങനെ മതി, അവസാനിപ്പിക്കാം. അപ്പോൾ അതിൽ ഓരോന്നും ഇങ്ങനെ സർഫാക്കാം. അതിൽ ഒറ്റൊന്നും കൂടി ഉണ്ട്, അതിനപ്പം പറയില്ല. അത് എന്താ വെച്ചാൽ അത് ഇഫ് അൻലാന്നുണ്ട്, അത് സർഫാകുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഇതേപോലെ സർഫാൻ കഴിയില്ല. ഇഫ് അൻല, ഇഫ് അൻലയ, ഇഫ് അൻലൗ, ഇഫ് അൻലത്ത്, ഇഫ് അൻലത്ത, ഇഫ് അൻലൈന അങ്ങനെ സർഫാക്കുക. നമ്മളിപ്പോൾ പറയണ്ട, അടുത്ത ദിവസം പറയാം, കുറച്ച് വിശദീകരിക്കണം. അത് അവസാനം ഇല്ലത്തിന്റെ അക്ഷരായതുകൊണ്ടാണ് പ്രശ്നം വന്നത്. നമ്മളിപ്പോ ഈ ഇത്രയും ചർച്ച ചെയ്തു. ഏത് കേട്ടില്ല, എന്താ പറഞ്ഞേ? ഇതല്ലേ
അത് അവസാനം അലിഫായതുകൊണ്ടാണ് ബുദ്ധിമുട്ടായത്. ബാക്കിയൊന്നും നമുക്ക് അതിൽ അലിഫും ബാവും യാ ഒന്നും എന്താണ് ഹർക്കത്തില്ലാത്ത അവസ്ഥയിൽ വന്നില്ല എന്നുള്ളത്. ഇതിന്റെ സർഫാക്കൾ ഇവിടെ കൊടുത്തുകൊണ്ടതാണ് കാണിച്ചത്. ഇസ്ലങ്ക, ഇസ്ലങ്കയ, ഇസ്ലങ്കൗ, ഇസ്ലങ്കത്ത്, ഇസ്ലങ്കത്ത, ഇസ്ലങ്കൈന, ഇസ്ലങ്കൈത്ത, ഇസ്ലങ്കൈത്തുമ, ഇസ്ലങ്കൈത്തും, ഇസ്ലങ്കൈത്തി, ഇസ്ലങ്കൈത്തുമ, ഇസ്ലങ്കൈത്തുന്ന, ഇസ്ലങ്കത്തു, ഇസ്ലങ്കൈന. അതാ ഇവിടെയൊക്കെ അങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇത് ഇല്ലത്തിന്റെ അക്ഷരം അവസാനത്തെ ലെറ്റർ ഇല്ലത്തിന്റെ ലെറ്റർ ആകുമ്പോഴുള്ള ഒരു ചെറിയൊരു വ്യത്യാസമാണ്. ബാക്കിയുള്ളതൊക്കെ സ്വഹീഹായ ലെറ്റർ ആയതുകൊണ്ട് നമുക്ക് കൃത്യമായി സർഫാക്കാൻ കഴിഞ്ഞു. അതുകൊണ്ടാണ് പ്രശ്നം. ഇവിടെ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. ബുദ്ധിമുട്ട് എന്നല്ല, നമ്മൾ ആ നിയമം പഠിച്ചു കഴിഞ്ഞാൽ ആ നിയമം നമ്മൾ ക്ലിയർ ആയിട്ട് പഠിച്ചു കഴിയുമ്പോൾ അതൊരു ബുദ്ധിമുട്ടാവില്ല. നമ്മളിപ്പോൾ നിയമം പഠിച്ചിട്ടില്ല, അതുകൊണ്ട് ഇത് സർഫാക്കുമ്പോൾ കുറച്ചൊരു പ്രയാസം ഉണ്ടാവും. ഈ ലാസ്റ്റത്തെ നമുക്ക് ഇൻഷാ അല്ലാഹ് പിന്നെ ആ നിയമം കൂടി പഠിക്കുമ്പോൾ ഒന്നുകൂടി ആ ഭാഗം പറയാം. ക്ലിയർ അല്ലേ? ഇൻഷാ അല്ലാഹ്